എന്താണിത്? കല്യാണ പെണ്ണ് എങ്ങനെ വണ്ടിയൊക്കെ കഴുകണ? പണിയെടുക്കാൻ പാടില്ല. കല്യാണം കഴിക്കാനുള്ള 2 മാസം കഴിയുമ്പോ വെയിൽ കൊള്ളാൻ പാടില്ല. എന്നാ പിന്നെ എല്ലാ വണ്ടി ചേട്ടന്റെ അച്ഛന്റെയും അതൊക്കെ കഴുകിക്കോ. ഇന്നെന്തൊട്ടാ പലഹാരമല്ല കണ്ണട്ടാ. ഇന്ന് നമ്മളെ ഒരു സാലഡാണ്. ശരിക്കും അതിന് പറയാ അങ്കമാലിക്കാരുടെ സർലാസ് എന്ന് പറയും. സർലാസ്. ആ, നമ്മളിവിടെ എന്താ അങ്ങനെ പേരൊന്നും പറയാറില്ല. എനിക്കിത് പണ്ട് ഇവിടെ അമ്മയുടെ ഒരു പഴയ സ്റ്റുഡന്റ്, നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ അമ്മ ആണ് ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സർലാസ് ഉണ്ടാക്കും. അതെ, ഇത് തേങ്ങാപ്പാലില ഉണ്ടാക്കാം. അതെ അതെ. അധികം അങ്ങനെ 2-ാം പാലും 3-ാം പാലൊന്നുമില്ല, ഒറ്റപ്പാൽ തന്നെ. അപ്പോൾ കനം കുറച്ചിങ്ങനെ സവാള അരിഞ്ഞെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതിങ്ങനെ അരിഞ്ഞിട്ട് നല്ല സ്വാദാട്ടോ. എന്താ പറയുക, ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം തേങ്ങാപ്പാലിനൊക്കെ വെള്ളം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പോലെ തന്നെ കഴിക്കാൻ പറ്റും. സർലാസ് അങ്ങനെ നിനക്ക് വേണോ? സർലാസ് വേണോ? സർലാസ് കൂട്ടി ചോറ് വേണോ? അവന് ചിക്കൻ മാത്രം മതി. അതെ, അതല്ലാണ്ട് വേറൊന്നും വേണ്ട. അവിടെ എന്താ പരിപാടി? കറി ലീവ്സ്. കറിവേപ്പില കഴുകി തുടച്ചിട്ട് ഇങ്ങനെ ആക്കി വെക്കും. ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്, അപ്പുറത്ത് വേവിച്ചിടത്ത് പോയാലും കിട്ടും. എന്നാലും എപ്പോഴും പോകാനുള്ള മടി കാരണം കുറച്ച് പൊട്ടിച്ചിട്ട് ഇതുപോലെ സൂക്ഷിക്കും. കുഞ്ഞു കഷ്ണം ഇഞ്ചി കുനുകുന. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കുനുകുന. കറിവേപ്പില കുനുകുനൊന്നുമില്ല അതില്. ഇനിയെന്താ? ഇതവിടെ നിക്കട്ടെ. നമ്മളിവിടെ സവാള ഇരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ ഒന്ന് നല്ലപോലെ കൈ കൊണ്ടൊന്ന് തിരുമണം. പീച്ചി കൂട്ടണം. അപ്പൊ ഇതിന്ന് കുറച്ച് നീരിറങ്ങും. ആ നീര് വേണ്ട നമുക്ക്. അതെന്താ? അപ്പൊ നമുക്ക് ഈ ഒരു ഉള്ളിയുടെ ഒരു കുത്തൽ ഉണ്ടാവില്ല. എന്താണിത്? കല്യാണ പെണ്ണ് എങ്ങനെ വണ്ടിയൊക്കെ കഴുകണ? പണിയെടുക്കാൻ പാടില്ല. കല്യാണം കഴിക്കാനുള്ള 2 മാസം കഴിയുമ്പോ വെയിൽ കൊള്ളാൻ പാടില്ല. എന്നാ പിന്നെ എല്ലാ വണ്ടി ചേട്ടന്റെ അച്ഛന്റെയും അതൊക്കെ കഴുകിക്കോ. മുടിക്കല്ലേ, ചക്കരയല്ലേ. എന്റെ ചേട്ടനോട് വന്നു കഴിഞ്ഞാ പിന്നെ 2 കൂടി കഴുകാല. ഓക്കെ, ആനട്ടിന്ന് വന്നിട്ട് വണ്ടി എഴുട്ടെ. റെഡിമണി മുണ്ടക്കയം. അങ്ങനെ പിഴിഞ്ഞെടുക്കണം. മോളുടെ ചുരിദാർ ഇട്ടിട്ട് വലിയ അളവാണ്. ആ സീരിയലിന് വേണ്ടി കുറെ ചുരിദാർ തയ്ച്ചു. സീരിയല് മുടങ്ങിയെങ്കിലും കുറെ ചുരിദാർ ഉണ്ടായി. അല്ല, ഇപ്പൊ അതൊക്കെ അവക്ക് എല്ലാം ലൂസാണ്. ചിലത് അവളിങ്ങനെ ഇട്ടിട്ട് നടക്കും, കാറ്റിയാറാമ്പത്തിന് തോറാച്ചി പോലെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ ഇത് കണ്ടപ്പോ ഞാൻ എടുത്തതാണ്. കുമാരിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഒന്നും പറഞ്ഞില്ല. അന്നേരത്തെ അപ്പുറത്തെ സൈഡിൽ വേറൊരാളുണ്ടായിരുന്നേ. അപ്പൊ വേറൊന്നും പറഞ്ഞില്ല. മണവാളൻ അന്നേരത്തെ ഓൺലൈൻ മണവാളനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഇത് ശ്രദ്ധിച്ചില്ല. അത്ര ശ്രദ്ധയിലേക്ക് വന്നില്ല. മണവാളൻ പറഞ്ഞു അമ്മ ഭംഗിയുണ്ട്. എന്റെ ഭാരസുന്ദരിയാണ്. അല്ലെങ്കിലും ഞാനേ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാണ്. ആവശ്യത്തിന് മതി. അതെ, ആവശ്യത്തിന്. നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഒരല്പം വിനീഗർ ചേർക്കണം. വിനാഗിരി ചേർക്കാം.
സുർക്ക. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൂട്ടാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി സ്വാദാണ്. അപ്പൊ പിന്നെ അതിന്റെ കൂടെ അടുത്ത സാധനം കൂടി ചേർക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഇനി വേറൊരു സാധനം, അല്പം വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ. ഇതിന്റെയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഓരോരുത്തരുടെ സ്വാദം അനുസരിച്ചിട്ടാട്ടോ. അല്ലാണ്ട് ഇത്രേ പറ്റുള്ളൂ ഇത്ര പാടുള്ളൂ എന്നൊന്നുമില്ല. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ പച്ചമുളക് ഇടുക, കുറവ് വേണമെങ്കിൽ കുറച്ചിടുക, പുളി കൂടുതൽ വേണമെങ്കിൽ അത് ചേർക്കാത്തേ ഉള്ളൂ. ഇനി നമുക്ക് നാളികേരപ്പാൽ. നാളികേരപ്പാൽ ചേർത്തൊരു സർലാസ് കൂട്ടി ഒരുണ് സൂപ്പറാണ് ചങ്കേ. സർലാസ് കൂട്ടി ഉണ്ണാലോ. ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ടോ നോക്കട്ടെ. നോക്കോ. ഇത്തിരി കൂടി ആവാം. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. അതാണോ നമ്മള് കുറച്ച്, ഞാൻ പേടിച്ചിട്ടാണ് കുറച്ചിട്ട്. ഇപ്പൊ സൂപ്പറായി. എന്നാ ചോറും കൂടെ തന്നാ, ചോറും കൂടി ഇങ്ങോട്ട് തന്നാ ഞാനിങ്ങനെ കണങ്ങനെ കഴിക്കും. ഇതാണ് നമ്മുടെ അങ്കമാലിക്കാരുടെ സർലാസ് എന്ന് പറയുന്ന സാധനം. അങ്കമാലി സർലാസ്. അതെ, ഇതില് ചേർക്കുന്ന എരിവ് പുളി ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അതെ, ചേന്നമംഗലത്ത് ഒരു സർലാസ് ഉണ്ടായിരുന്നു, അത് നിന്റെ അമ്മ പാറുവിന്റെ അമ്മ സർലാസ്. എന്റെ അമ്മയുടെ പേര് സർലാന്നാ. എസ് അവിടെ നിന്ന് വെറുതെ ഇരിക്കട്ടെ, ഒരു ഇൻഷ്യല്. സർല സി എം ചിറ്റിയത്ത് സർല മാധവൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ട്രൈ ചെയ്ത് നോക്കൂ, നല്ല സ്വാദാ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂട്ടാൻ വെക്കാൻ നേരമില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ പച്ചക്കറികൾ തീർന്നിരിക്കുന്ന സമയത്ത്, മടി പിടിക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.